KR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ലീഗൽ മെട്രോളജി വകുപ്പിലെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള പരീക്ഷ 22/8/2026 നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ ഓൾറെഡി യൂട്യൂബ് വഴി പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ റാങ്ക് ഫയൽ ലഭ്യമാണ്. എക്സാം ക്രാക്കറായിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ളത്. അതായത് ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും പ്രീവിയസ് ചോദ്യങ്ങളും എക്സ്പെക്ടഡ് ആൻഡ് ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ള ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. വളരെ എല്ലാവർക്കും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. എന്താണ്? കേരള ലീഗൽ മെട്രോളജി വകുപ്പിലെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് തസ്തികയുടെ ജോലി എന്താണ്? പലരും പരീക്ഷ എഴുതുമ്പോൾ ആ ജോലിയെക്കുറിച്ചോ അതിന്റെ ശമ്പള സ്കെയിലിനെ കുറിച്ചോ വേക്കൻസിയെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചോ ഒന്നും വ്യക്തമായിട്ട് അറിയാതെയാണ് പലരും പരീക്ഷ എഴുതുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു തസ്തികയിലേക്ക് പരീക്ഷ എഴുതുമ്പോൾ ആ തസ്തികയുടെ ജോലി എന്താണ്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ PSCയിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ കണ്ടു അപേക്ഷിച്ചു, അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ഏത് തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചാലും ആ തസ്തികയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമ്മൾ ആരുടെ മുമ്പിലും തോറ്റു പോകാതെ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ സാധിക്കും. അങ്ങനെ വേണം എല്ലാ കുട്ടികളും പഠിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ എല്ലാവരും നടത്തണം. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാണാതെ പഠിച്ച് എഴുതുക എന്നുള്ള മാത്രമല്ല, ആ തസ്തികയെക്കുറിച്ചും ആ തസ്തികയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ കേരള ലീഗൽ മെട്രോളജി വകുപ്പിലെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് തസ്തികയുടെ ജോലി എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനു മുമ്പായിട്ട് ഇതിന്റെ ശമ്പള സ്കെയില് എത്രയാണ്? 26,500, 60, 700 ഇതിന്റെ ശമ്പള സ്കെയില് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന 1,88,405 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയതുകൊണ്ട് തന്നെ ഒഴിവുകൾ ധാരാളം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ തസ്തികയുടെ മറ്റൊരു പ്രധാനപ്പെട്ട എന്താണ് നമ്മൾ സംസാരിച്ചു വന്നത്, ജോലി എന്താണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ലീഗൽ മെട്രോളജി വകുപ്പിലെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് തസ്തികയുടെ ജോലി എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് തസ്തികയുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് വിപണികളിലും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന അളവ് തൂക്കങ്ങൾ നിയമപരമായി കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അതായത് എന്തിനാണ് അങ്ങനെ ഉറപ്പുവരുത്തുന്നത്? കൃത്രിമത്വം തടയാൻ ഉദ്യോഗസ്ഥരെ സഹായിക്കുകയാണ് ഈ തസ്തികയുടെ പ്രധാന ചുമതല. എന്താണ് ഈ തസ്തികയുടെ പ്രധാന ചുമതല? കൃത്രിമത്വം തടയാൻ ഉദ്യോഗസ്ഥരെ സഹായിക്കുകയാണ് ഈ തസ്തികയുടെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. ഇനി ഈ തസ്തികയുടെ പ്രധാന ചുമതലകൾ, കുറേയധികം ചുമതലകൾ വരുന്നുണ്ട്. എന്താണ് ആ ചുമതലകൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യം വിപണി പരിശോധന. അതായത് കടകളിലൊക്കെ ഉപയോഗിക്കുന്ന എല്ലാത്തരം അളവ് തൂക്കങ്ങളും കൃത്യതയുള്ളതാണോ എന്ന് പരിശോധിക്കുക. അതാണ് പ്രധാനപ്പെട്ട ഒരു ചുമതല എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചുമതലയാണ് എന്താണ്? സാമ്പിളുകൾ ശേഖരിക്കൽ. അതായത് വ്യാപാരത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ സാമ്പിളുകളൊക്കെ ശേഖരിച്ചതിന് ശേഷം അവ നിശ്ചിത നിലവാരം പുലർത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അംഗീകൃത ലാബോറട്ടറികളിൽ അയക്കുക. അത് മറ്റൊരു പ്രധാനപ്പെട്ട ചുമതലകളിൽ പെടുന്ന ഒന്നാണ്. അടുത്തത് ഉപഭോക്തൃ സംരക്ഷണം. അത് മറ്റൊരു പ്രധാനപ്പെട്ട ചുമതലകളിൽ പെടുന്നതാണ്. അതായത് വ്യാപാരികളിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് അളവിലോ തൂക്കത്തിലോ ഒക്കെ വഞ്ചന നേരിടേണ്ടി വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിയമ നടപടികൾ, അതായത് ഈ അളവ് തൂക്ക നിയമങ്ങളൊക്കെ ലംഘിക്കുന്നവർക്കെതിരെ പരിശോധനകളൊക്കെ നടത്തിയതിന് ശേഷം ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക.
അതാണ് ഈ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റിന്റെ പ്രധാന ചുമതലകളിൽ പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ചുമതലകൾ? വിപണി പരിശോധന, അതുപോലെ തന്നെ സാമ്പിളുകൾ ശേഖരിക്കൽ, ഉപഭോക്തൃ സംരക്ഷണം, അതുപോലെ തന്നെ നിയമ നടപടികൾ. എന്താണ് നിയമ നടപടികൾ? അളവ് തൂക്ക നിയമങ്ങളൊക്കെ ലംഘിക്കുന്നവർക്കെതിരെ പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷം എന്താണ് ചെയ്യേണ്ടത്? ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. അപ്പോൾ ഇതാണ് ഈ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് തസ്തികയുടെ പ്രധാനപ്പെട്ട ജോലിയും അതിൻ്റെ ചുമതലകളൊക്കെ പ്രത്യേകമായിട്ട് ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ തസ്തികയുടെ പരീക്ഷയെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി യൂട്യൂബ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി കൂടുതൽ ക്ലാസ്സുകളും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ ടോപ്പിക്കും ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ നല്ല രീതിയിൽ പഠിക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് പരീക്ഷ എഴുതാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഒരു പ്രാർത്ഥന എപ്പോഴും ഞാൻ പഠിപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും അവർക്ക് നന്നായിട്ട് പഠിക്കാൻ സഹായിക്കണേ, അല്ലെങ്കിൽ അവർക്ക് നല്ല ഉയർച്ച ഉണ്ടാവണേ, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഭാവി ലഭിക്കണേ, എല്ലാവർക്കും ജോലി കിട്ടണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ പലപ്പോഴും ഉയർന്ന റാങ്കുകളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്, അവർക്ക് ഉന്നത ജോലികളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാവർക്കും എൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും നിങ്ങളുടെയോടൊപ്പം ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ച് ഉയർന്ന റാങ്കുകളിൽ എത്താൻ സാധിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഒന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.